ഹായ്, എല്ലാവർക്കും സിൻസ്രോടെക് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഇലക്ട്രിക് സ്കൂട്ടറിന് ലെഡ് ആസിഡ് ബാറ്ററിയാണോ അതോ ലിഥിയം അയൺ ബാറ്ററിയാണോ ഏറ്റവും മികച്ചത് എന്നതിനെ പറ്റിയാണ്. ലെഡ് ആസിഡ് ബാറ്ററിയും ലിഥിയം അയൺ ബാറ്ററിയും തമ്മിൽ താരതമ്യം ചെയ്താൽ എനർജിയുടെയും വെയ്റ്റിൻ്റെയും അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ ലെഡ് ആസിഡ് ബാറ്ററികൾ ഭാരം കൂടിയതും വലുതുമാണ്. അതിനാൽ സ്കൂട്ടറിന് കൂടുതൽ ഭാരവും കുറഞ്ഞ പ്രകടനവുമാണ് അനുഭവപ്പെടുക. എന്നാൽ ലിഥിയം അയൺ ബാറ്ററികൾ 60% വരെ ചെറുതും കുറഞ്ഞ ഭാരം മാത്രമേ ഉള്ളൂ, കൂടാതെ കൂടുതൽ പവറും നൽകുന്നുണ്ട്. അതുപോലെ എനർജി ഡെൻസിറ്റിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ലെഡ് ആസിഡ് ബാറ്ററിയിൽ 30 മുതൽ 50 വാട്ട്/കിലോഗ്രാം എനർജി ഡെൻസിറ്റി മാത്രമേ നൽകുന്നുള്ളൂ. എന്നാൽ ലിഥിയം ബാറ്ററികൾ 150 മുതൽ 250 വാട്ട്/കിലോഗ്രാം വരെ എനർജി ഡെൻസിറ്റി നൽകുന്നുണ്ട്. നെക്സ്റ്റ്, ലൈഫ് സ്പാൻ നോക്കുകയാണെങ്കിൽ ലെഡ് ആസിഡ് ബാറ്ററികൾക്ക് 300 മുതൽ 500 സൈക്കിൾസ് മാത്രമേ ലൈഫ് ഉള്ളൂ. എന്നാൽ ലിഥിയം ബാറ്ററികൾ 2000+ ചാർജ് സൈക്കിൾസ് വരെ നീണ്ടു നിൽക്കും. ഇതിന് 5 മടങ്ങ് ലൈഫ് കൂടുതലാണ്. നെക്സ്റ്റ്, കോസ്റ്റ് ആൻഡ് വാല്യൂ നോക്കുകയാണെങ്കിൽ ലെഡ് ആസിഡ് ബാറ്ററികൾ വില കുറഞ്ഞതും ലിഥിയം ബാറ്ററികൾ വില കൂടിയതുമാണ്. അതിനാൽ ലെഡ് ആസിഡ് ബാറ്ററിയാണ് നല്ലതെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? എങ്കിൽ അത് ശരിയല്ല. ആദ്യം വാങ്ങുമ്പോൾ ചിലവ് കുറവാണെങ്കിലും ലെഡ് ആസിഡ് ബാറ്ററികൾ അധികം തവണ മാറ്റേണ്ടി വരും. അതിനാൽ കാലക്രമേണ ചിലവ് വർദ്ധിക്കുന്നതാണ്. എന്നാൽ ലിഥിയം ബാറ്ററികൾക്ക് തുടക്കത്തിൽ ചിലവ് കൂടുതലാണെങ്കിലും 5 മടങ്ങ് കൂടുതൽ ദൈർഘ്യമുള്ളതിനാൽ നിങ്ങൾക്ക് പണം ലാഭിക്കാൻ കഴിയുന്നതാണ്. കുറഞ്ഞ ചിലവിൽ താൽക്കാലികമായിട്ടാണെങ്കിൽ ലെഡ് ആസിഡ് ബാറ്ററി നല്ലൊരു ഓപ്ഷൻ ആകാം. എന്നാൽ നിങ്ങൾക്ക് കുറഞ്ഞ ഭാരം, മികച്ച പ്രകടനം, കൂടിയ ദൈർഘ്യം, വേഗത്തിൽ ചാർജ് ആവുന്നത് എന്നിവയൊക്കെ ആവശ്യമാണെങ്കിൽ ലിഥിയം അയൺ ബാറ്ററിയാണ് ഏറ്റവും നല്ലത്. സിൻസ്രോ ഇലക്ട്രിക് സ്കൂട്ടറുകൾ ലെഡ് ആസിഡ് ബാറ്ററി ഓപ്ഷനിലും ലിഥിയം അയൺ ബാറ്ററി ഓപ്ഷനിലും അവൈലബിൾ ആണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഈ അഡ്രസ്സിൽ ബന്ധപ്പെടുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഏത് ബാറ്ററിയാണ് നിങ്ങളുടെ ഇലക്ട്രിക് സ്കൂട്ടറിന് ഏറ്റവും അനുയോജ്യം? കമൻറ്റിൽ അഭിപ്രായങ്ങൾ പറയൂ. കൂടാതെ മറ്റു ഇലക്ട്രിക് വാഹന വിവരങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.